എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്നലെ രുദ്രാക്ഷത്തിൻ്റെ ഉത്പത്തിയും രുദ്രാക്ഷം എങ്ങനെ ധരിക്കാമെന്ന്, വിധിപ്രകാരം എങ്ങനെ ധരിക്കാമെന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു ഇന്നലെ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ഏതെല്ലാം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഏതെല്ലാം ആൾക്കാർക്ക് ഏതെല്ലാം രുദ്രാക്ഷം ധരിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് തന്നെ ജോലിയിലിരിക്കുന്നവർക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കണമെന്ന ആഗ്രഹമുള്ളവർക്കും ധരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന രുദ്രാക്ഷത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. രുദ്രാക്ഷം ധരിക്കേണ്ട വ്യക്തികളുടെ പേര്, ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ ധരിക്കേണ്ട രുദ്രാക്ഷം, കഴുത്തിലൊരു 4 മുഖ രുദ്രാക്ഷം ധരിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഗുണമാണെന്നാണ് ഈ രുദ്രാക്ഷം റിസർച്ച് ചെയ്യുന്ന ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധിവികാസത്തിന് 4 മുഖം, 5 മുഖം, 6 മുഖ രുദ്രാക്ഷം മാലയായി 6 മുഖ രുദ്രാക്ഷം മധ്യത്തിൽ വരണം. അത് 4, 5, 6 മധ്യത്തിൽ കൊണ്ടുവന്നിട്ട് അത് മാല കെട്ടി ധരിക്കാം. കച്ചവടക്കാർക്ക് 5 മുഖ മാല ധരിക്കാം. അതല്ല, ഇനി ഒരു രുദ്രാക്ഷം 5 മുഖം ധരിക്കണമെങ്കിലും അവർക്കത് ധരിക്കാം. പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം 4 മുഖം, 6 മുഖം ഇവയിലേതെങ്കിലും ഒന്ന് ധരിക്കാം. ഡോക്ടർമാരാണെങ്കിൽ 1 മുഖം തന്നെ ധരിക്കണമെന്നാണ് പറയുന്നത്. സർജറികളും ഓപ്പറേഷൻ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന, അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിജയകരമാകുമെന്നാണ് രുദ്രാക്ഷം പറയുന്നത്, റിസർച്ച് ചെയ്ത ആൾക്കാർ പറയുന്നത്. ദാർശനികർ 4 മുഖം ധരിക്കാം. അതുപോലെ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് 3 മുഖം 2 മുഖം രുദ്രാക്ഷം ധരിക്കാം. ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാർ 4 മുഖം ധരിക്കാം. എഴുത്തുകാർക്ക് 4 മുഖം 8 മുഖം ധരിക്കാം. കലാകാരന്മാർക്ക് 4 മുഖവും 8 മുഖവും ധരിക്കാം. ചൊവ്വാദോഷമുള്ളവരാണെങ്കിൽ 3 മുഖം ധരിക്കാം. ഹൃദ്രോഗികൾക്ക് 5 മുഖ രുദ്രാക്ഷം ധരിക്കണമെന്നാണ് പറയുന്നത്. സൈനികരാണെങ്കിൽ 6 മുഖ രുദ്രാക്ഷം ധരിക്കണം. മാനേജർമാരായിട്ടുള്ള ആൾക്കാർ 6 മുഖം രുദ്രാക്ഷം ധരിക്കണം. ധനസ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ 7 മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ്. വ്യാപാരികൾ 7 മുഖം, മീൻപിടുത്തക്കാരാണെങ്കിൽ 10 മുഖം, ന്യായാധിപന്മാരാണെങ്കിൽ 11 മുഖം ധരിക്കണമെന്നാണ്. പ്രാസംഗികർക്ക് 11 മുഖമാണ് പറയുന്നത്. രാഷ്ട്രീയക്കാർക്ക് 12 മുഖമാണ് പറയുന്നത്. മന്ത്രിമാർക്ക് 12 മുഖമാണ്. ഭരണാധികാരികൾക്ക് 12 മുഖമാണ്. ധ്യാനം നടത്തുന്നവർ 11 മുഖമാണ് ധരിക്കേണ്ടത്. വക്കീലന്മാർക്കാണെങ്കിൽ 9 മുഖം. വ്യവസായികളാണെങ്കിൽ 6 മുഖം ധരിച്ചാൽ മതി. സ്പോർട്സ്മാൻമാരാണെങ്കിൽ 9 മുഖം ധരിക്കണം. സംഗീത വിദ്യാർത്ഥികൾ, സംഗീത വിദ്വാൻമാരാണെങ്കിൽ 6 മുഖമാണ് ധരിക്കേണ്ടത്. പിണങ്ങി താമസിക്കുന്ന ദമ്പതിമാർ പോലും അവർ സ്നേഹത്തോടെ ഒരുമിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ രുദ്രാക്ഷത്തിനെ പറ്റി റിസർച്ച് ചെയ്ത ആചാര്യന്മാർ പറയുന്നത് അവർ 2 മുഖം ധരിക്കണമെന്നാണ്. അഗ്നിശമന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ 3 മുഖം ധരിക്കണം. കാമുകന്മാരായിട്ട് ജീവിക്കുന്നവരാണ് 11 മുഖം ധരിക്കണം. തലമുടി കുറവുള്ള സ്ത്രീകൾക്ക് പോലും രുദ്രാക്ഷം പറയുന്നുണ്ട് 12 മുഖമാണ് ധരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള രുദ്രാക്ഷത്തിൻ്റെ ധരിക്കുന്ന രീതി, അതിൻ്റെ മുഖങ്ങളും. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.